ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഞാൻ കാണിക്കുന്നത് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ്. ഇന്നാണ് എനിക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്നെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് അച്ഛൻ കാർ പാർക്കിങ്ങിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ OPയിൽ വെയിറ്റ് ചെയ്യാണ്. (5:30) കൂടിയാണ് നമ്മൾ എത്തിയത്. അഡ്മിഷനുള്ള പ്രോസസ്സിങ് നടക്കുകയാണ്. അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം സിസ്റ്റർ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുക. ഇതിനുശേഷം നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 7th ഫ്ലോർ, ന്യൂ ബിൽഡിങ്ങിൽ 7th ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം വരുന്നത്. 1712 നമ്മുടെ റൂം നമ്പർ. അങ്ങനെ റൂമിലേക്ക് കയറി. നല്ല റൂമായിരുന്നു. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് NST ചെക്ക് ചെയ്യാൻ, അതായത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക്, അത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കി. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് വീണ്ടും റെസ്റ്റിലായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കൂളായിട്ടിരിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നടക്കാനിറങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു 10 മിനിറ്റ് നടന്നു. അങ്ങനെ 6-ാം തീയതി വെനസ്ഡേ രാത്രി 10 മണിയോടുകൂടി നമ്മൾ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ ലേബർ റൂമിലായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം മോർണിംഗിൽ പപ്പയും അമ്മയൊക്കെ എത്തി. അപ്പോൾ മുടി 2ആയിട്ട് പിന്നണമെന്ന് ലേബർ റൂമിൽ നിന്ന് പറഞ്ഞു. അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. മുടിയൊക്കെ പിന്നി. ഇനി ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പപ്പയും അമ്മയും അച്ഛനെയൊക്കെ കണ്ട് ബൈ ഒക്കെ പറഞ്ഞ് കുഞ്ഞുമായിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് കയറി.
അങ്ങനെ നമ്മൾ നോർമലിന് മാക്സിമം ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് അതിന് ഉള്ള ഡയലേഷൻ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സി സെക്ഷനിലേക്ക് പോയി. അങ്ങനെ ഇതിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ പപ്പയും അമ്മയും അച്ഛനൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് 4:30 ആയപ്പം ഓപ്പറേഷൻ കഴിഞ്ഞു. ബേബി ഗേൾ ആണ്. വെളിയിൽ കൊണ്ടുവന്ന് നേഴ്സ് അച്ചാച്ചനെയും പപ്പയും അമ്മയും ഒക്കെ വാവയെ കാണിച്ചു. വാവ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, മിടുക്കിയായിട്ടിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. റൂമിലേക്ക് മാറി, വാവ എത്തി. ആള് നല്ല സുഖമായിട്ട് മിടുക്കിയായിട്ടിരിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ എത്തി. വാവയൊക്കെ കണ്ടു. ചേച്ചി ഞങ്ങൾക്ക് നല്ലൊരു കേക്കുമായിട്ടാണ് വന്നത്. അങ്ങനെ വാവയുടെ ആദ്യത്തെ കേക്ക് ചേച്ചി അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നല്ല സൂപ്പർ കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. അങ്ങനെ വാവയെ കാണാൻ എൻ്റെ ബ്രദർ വിളിച്ചു. അപ്പോൾ അവനെ വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ഡേ ആണ്. ഇന്ന് നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ്റെ മമ്മിയും എൻ്റെ മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അച്ചാച്ചൻ്റെ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നായിരുന്നു, ഐസക് അച്ഛൻ. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫോം അച്ചാച്ചൻ ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്ക് ഡിസ്ചാർജ് ഡേയിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ അച്ചാച്ചൻ അതിരുന്ന് ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഡിസ്ചാർജായി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. റൂമിൽ നിന്ന് ഇറങ്ങി.
അങ്ങനെ നമ്മൾ കാറിൽ കയറി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവളുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മയാണെങ്കിൽ എന്നെയും കുഞ്ഞിനെയും പ്രാർത്ഥിച്ച് നമ്മൾ രണ്ടുപേരെയും വീട്ടിലേക്ക് കയറ്റി